ഹലോ ഡിയേഴ്സ്, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് വരകൾ രൂപങ്ങൾ ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റിൽ ഇവിടെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ചിത്രം നോക്കൂ, എന്തെല്ലാമാണ് കാണുന്നത് ഈ ചിത്രത്തിൽ? നിങ്ങൾ ഒരു സ്കൂളുണ്ട്, പിന്നെ സ്കൂളിന് ഗേറ്റ് ഉണ്ട്, പിന്നെന്താണ് കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് ഒരു ബാനർ ഇവിടെ തൂക്കിയിരിക്കുന്നുണ്ട് അല്ലേ. ഇനി മതിലുണ്ട് സ്കൂളിൻ്റെ മതിലിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നുണ്ട് അല്ലേ. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് ചതുരം, വൃത്തം, ത്രികോണം ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് മതിലിൽ ഭംഗിയായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ആദ്യ പേജിലെ ചിത്രം നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ ചിത്രം അല്ലേ. മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഇതിൽ മതിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഇവിടെ വരക്കാനാണ്. അപ്പോൾ ഞാനിവിടെ പൂച്ചയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ പൂച്ചയെ ചതുരം, വൃത്തം, ത്രികോണം ഒക്കെ ഉപയോഗിച്ചിട്ട് വരച്ചിരിക്കുകയാണല്ലേ. ദിനാഘോഷം, ഏത് ദിനാഘോഷമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ബാനറിൽ? ലോക സമുദ്ര ദിനമാണല്ലേ. കടലുകാണി സ്കൂളിൽ ജൂൺ 8 നടക്കുന്ന ദിനാഘോഷം എന്താണ് ജൂൺ 8 നടക്കുന്നത്? ഇവിടെ ബാനറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ, ലോക സമുദ്ര ദിനം. നെക്സ്റ്റ്, നിറം കൊടുക്കൂ. ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു. അനുവും സുബിയും അതുലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി. അപ്പം സ്കൂൾ അലങ്കരിക്കുന്നതിനായിട്ട് അനുവും സുബിയും കടലാസ് കൊണ്ട് വിവിധ തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയാണ് സമുദ്രദിനാഘോഷത്തിന്. അവർ ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരലിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ ഭംഗിയായിട്ട് നിറം കൊടുക്കുക. നെക്സ്റ്റ്, വരക്കൂ, നിറം കൊടുക്കൂ. തന്നിരിക്കുന്ന രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരക്കൂ, നിറം കൊടുക്കൂ. അപ്പോൾ ഇവിടെ ഒരു ത്രികോണമാണുള്ളത്. ഈ ത്രികോണത്തിനോട് നിങ്ങൾ രൂപങ്ങൾ ചേർത്ത് വെച്ചിട്ട് മീൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചതുരം വരച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ത്രികോണം വരക്കാം അല്ലേ. ഇതുപോലെ മീനിനെ ചെയ്യാം. ഇനി എന്താണ് ഇതിൻ്റെ ബാക്കി നിങ്ങൾ വരക്കുക, ത്രികോണം വരക്കുക, പിന്നെന്താണ് ഇവിടെ പൂർത്തിയാക്കുക അല്ലേ. ഓക്കെ, പല രൂപങ്ങൾ. കടലാസ് മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത്? കടലാസ് മീനുകളിൽ വൃത്തമുണ്ട്, പിന്നെന്താണ് ചതുരമുണ്ട്, ത്രികോണമുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഈർക്കിൽ മീൻ. ഈർക്കിൽ ഉപയോഗിച്ച് മീൻ ഉണ്ടാക്കൂ. ഈർക്കിൽ ഉപയോഗിച്ച് നിങ്ങൾ ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ഇതുപോലെ മീൻ ഉണ്ടാക്കുക. ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ. ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കുക. അപ്പം ഈർക്കിൽ മുറിച്ചെടുത്തിട്ട് നോട്ട്ബുക്കിൽ കടലാസ് നിങ്ങൾ ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള മീൻ ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ്, ചിത്രശലഭം. ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം. അതിനായി പുതിയ രൂപങ്ങൾ വരക്കാം. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ. നിറം കൊടുത്ത് ചിത്രശലഭത്തെ ഭംഗിയാക്കൂ. നിങ്ങൾ ഈ ചിത്രശലഭത്തിന് ഭംഗിയായിട്ട് നിറം കൊടുക്കുക. ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാം എന്ന് എഴുതൂ. ഏതൊക്കെയാണുള്ളത്? വൃത്തം, ത്രികോണം, ചതുരം, സമചതുരം. ഓക്കെ, നെക്സ്റ്റ്, പസിൽ കോർണർ. എന്നെ നിർമ്മിക്കാൻ 3 വര മതി. ഞാനാര്? ആരാണപ്പോൾ 3 വര വെച്ചിട്ട് വരക്കുന്ന ആരാണ്? ത്രികോണാണല്ലേ, ത്രികോണം. ഓക്കെ, നെക്സ്റ്റ്, വശം അളക്കാം. കണക്കുപെട്ടിയിലെ ഒരു ചതുരക്കാർഡ് ഉപയോഗിച്ച് ചതുരം വരക്കൂ. നമുക്ക് ചതുരം വരക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചതുരം വരച്ചു. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? ഈ ചതുരത്തിന് എത്ര വശമാണുള്ളത്? ഒന്നാമത്തെ വശം, രണ്ടാമത്തെ വശം, മൂന്നാമത്തെ വശം, നാലാമത്തെ വശം. എത്ര വശമാണുള്ളത്? 4 വശം അല്ലേ. ഇനി മൂലകൾ എത്രയാണുള്ളത്? മൂലകൾ, ഒന്നാമത്തെ മൂല ഇതാണ്, ഇത് രണ്ടാമത്തെ മൂല, 3, 4 മൂലകളല്ലേ. അപ്പം 4 വശവും 4 മൂലകളാണ് ചതുരത്തിനുള്ളത്. 4 വശമുണ്ട്, 4 മൂലകളുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതൂ. അപ്പം നിങ്ങൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതണം. ഞാനിവിടെ വരച്ച ചതുരത്തിൻ്റെ നീളം വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ വശം 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ 4 എഴുതി. ഇനി വശം 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ 2 എഴുതി. നിങ്ങൾ നിങ്ങളുടെ ചതുരത്തിൻ്റെ വശം അളന്നിട്ട് വേണം എഴുതാൻ വേണ്ടി. ഇനി വശം 3 4 തന്നെയാണ്, അതായത് എതിർവശങ്ങൾ ഒരേ അളവായിരിക്കും. 4 തന്നെയാണ്. വശം 2 ആണ്, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ വശം 4 2 എഴുതേണ്ടത്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതൂ. അതായത് ഈ വശം 1, വശം 2, വശം 3, വശം 4 നമ്മൾ എഴുതിയല്ലേ. അപ്പോൾ ഈ വശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എതിർവശങ്ങൾ തുല്യമാണല്ലേ. എതിർവശങ്ങൾ തുല്യമാണ് വരുന്നത്. ഇതിൻ്റെ എതിർവശം 4 തന്നെയാണ് വരുന്നത്, ഇതിൻ്റെ എതിർവശവും 4 ആണ് വരുന്നത് അല്ലേ. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ പ്രത്യേകതകൾ കണ്ടുപിടിച്ചത്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്, ചതുരത്തിന് 4 മൂലകളുണ്ട്, പിന്നെ എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ. ഓക്കെ,
നെക്സ്റ്റ് ഈർക്കിൾ ചതുരം 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നീളമുള്ള 2 വീതം ഈർക്കിൾ കഷ്ണം ഉപയോഗിച്ച് അതുൽ, ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. അപ്പോൾ എന്താണ്, ഇത് 8 സെൻറ്റിമീറ്റർ നീളം, ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളം. അപ്പം അതുൽ ഉണ്ടാക്കിയ രൂപമാണ് ഇത്. ഇനി ബിൻസ ഉണ്ടാക്കിയ രൂപമാണ് ഇത്. ഇതും 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, ഇവിടെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും 8 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം. എന്തുകൊണ്ട്? ഇതിൽ അതുൽ ഉണ്ടാക്കിയ രൂപമാണോ ചതുരം, ബിൻസ ഉണ്ടാക്കിയ രൂപമാണോ ചതുരം? ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം? അതുൽ ഉണ്ടാക്കിയ രൂപമാണ് ചതുരം അല്ലേ. എന്തുകൊണ്ടാണ്? അതുൽ ഉണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ് വരുന്നത്. ഇടതുവശവും വലതുവശവും കുത്തനെയാണുള്ളത് അല്ലേ. ഇനി ബിൻസ ഉണ്ടാക്കിയ രൂപം ചതുരമല്ല, ഇത് ചതുരമല്ല. എന്തുകൊണ്ടാണ്? അതായത് ഇടതും വലതും വശങ്ങൾ കുത്തനെയല്ല വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ചതുരത്തിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് ചതുരത്തിൻ്റെ പ്രത്യേകതകൾ? ചതുരത്തിന് 4 വശങ്ങളുണ്ട്. മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് വരുന്നത് അല്ലേ. മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് ചതുരം വരുന്നത്. ഇനി നമുക്ക് എന്ത് പ്രത്യേകത എഴുതാം? ചതുരത്തിന് 4 മൂലകളുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ചതുരം പലതരം. കണക്കുപെട്ടിയിലെ ചതുരക്കാർഡുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വശം 1, വശം 2, വശം 3, വശം 4 ഒക്കെ കാണിച്ചിരിക്കുന്നത്. 4 ചതുരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് പട്ടികയിൽ എഴുതാനാണ്. ഈ 4 ചതുരങ്ങൾ നിങ്ങൾ അളന്നിട്ട് ഒന്നാമത്തെ വശത്തും എത്ര സെൻറ്റിമീറ്റർ ആണ്, രണ്ടാമത്തെ വശം എത്ര സെൻറ്റിമീറ്റർ ആണ്, മൂന്നാമത്തെ വശം എത്രയാണ്, നാലാമത്തെ വശം എത്രയാണ് എന്ന് എഴുതുക. ഇനി അളവുകളുടെ പ്രത്യേകത എന്താണ്? അപ്പം നിങ്ങൾ ഈ ചതുരങ്ങൾ ഇങ്ങനെ അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത കിട്ടുക? ഇതിൻ്റെ വശം 1ഉം വശം 4ഉം തുല്യമായിരിക്കും, ഇതിൻ്റെ വശം 2ഉം 3ഉം തുല്യമായിരിക്കും അല്ലേ. ഇനി ഇതിൻ്റേതും അതുപോലെ തന്നെയാണ്. വശം 1ഉം 4ഉം തുല്യമായിരിക്കും, 2ഉം 3ഉം തുല്യമായിരിക്കും. പക്ഷെ മൂന്നാമത്തെ ചതുരത്തിൻ്റെ 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. നാലാമത്തെ ചതുരത്തിൻ്റേതും 4 വശങ്ങളും തുല്യമായിരിക്കും. ഇത് 2 സമചതുരമാണ് വരുന്നത് അല്ലേ. എല്ലാ വശങ്ങളും തുല്യമായതിന് നമ്മൾ സമചതുരം എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഇവിടെ സമചതുരത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു ചതുരം. പലതരം ചതുരങ്ങൾ കണ്ടല്ലോ. ഇതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങൾ നോക്കൂ. എങ്ങനെയാണ് സമചതുരമാണ് കിട്ടിയത് അല്ലേ. ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കൂ. നിങ്ങളെടുത്ത് ഈർക്കിൽ കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമചതുരം ഉണ്ടാക്കാൻ വേണ്ടി ഒരേപോലെയുള്ള ഈർക്കിൽ കഷ്ണങ്ങളാണ് എടുക്കേണ്ടത് അല്ലേ. സമചതുരം ഉണ്ടാക്കാൻ വേണ്ടി ഒരേ അളവുള്ള 4 ഈർക്കിൽ കഷ്ണങ്ങളാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് പസിൽ കോൺട്രാണ്. എത്ര മൂലകൾ? ഒരു ചതുരക്കടലാസ്. ചതുരക്കടലാസിൻ്റെ ഒരു മൂല മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? അപ്പം ഇത് ഒരു ചതുരക്കടലാസാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു മൂല ഇവിടുന്ന് മുറിച്ച് കളഞ്ഞു. അപ്പം അതായത് ചതുരത്തിന് ആദ്യം 4 മൂലകളാണ് ഉണ്ടായത് അല്ലേ. അപ്പം ഈ ഒരു മൂല ഇവിടുന്ന് മുറിച്ച് കളഞ്ഞപ്പോൾ ചതുരത്തിന് എത്ര മൂലകളാണ് ഉണ്ടാവുക? 1, 2, 3. പിന്നെ ഇവിടെ എന്തുണ്ടാകും? ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ 4, 5 മൂലകൾ വരും അല്ലേ. അപ്പോൾ എത്രയാണ്? 5 മൂലകളാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ്. എന്താണ് സമചതുരത്തിൻ്റെ പ്രത്യേകത? 4 വശങ്ങളുണ്ട്, ചതുരം പോലെ തന്നെയാണ്. പിന്നെന്താണ്? 4 മൂലകളുണ്ട്. പിന്നെ നമ്മൾക്ക് എന്തെഴുതാം? ചതുരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മുകളിലും താഴെയുമുള്ള വശങ്ങൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വശങ്ങൾ കുത്തനെയുമായിരിക്കും അല്ലേ. നെക്സ്റ്റ് നാലാമത്തതിൽ വ്യത്യാസമുണ്ടാകും. ചതുരത്തിൻ്റെതിൽ നിന്ന് സമചതുരത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്താണ് നാലാമത്തേത്? ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. ഇവിടെ സമചതുരത്തിന് എല്ലാ വശങ്ങളും സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ. സമചതുരം 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. അതായത് 4 വശങ്ങൾക്കും ഒരേ നീളമാണെങ്കിൽ ആ ചതുരത്തിന് എന്ത് വിളിക്കാം? സമചതുരം എന്ന് വിളിക്കാം അല്ലേ. ഇനി എല്ലാ സമചതുരവും ചതുരമാണ്.
എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല. അതായത് ഇതിപ്പോൾ ഒരു സമചതുരമാണ്, ഇതൊരു ചതുരവുമാണ്. കാരണം എന്താണ്? ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? 4 വശങ്ങളുണ്ട്, ഇതിനും 4 വശങ്ങളുണ്ട്, 4 മൂലകളുണ്ട്, ഇതിനും 4 മൂലകളുണ്ട്. പിന്നെന്താണ്? മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയാണുള്ളത്, ഇടതും വലതുമുള്ള വരകൾ കുത്തനെയാണുള്ളത്, ഇതിനും അതുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതൊരു ചതുരമാണ്. ഈ സമചതുരം ഒരു ചതുരവുമാണ്. പിന്നെന്താണ്? 4 വശങ്ങളും ഒരുപോലെ ആയതുകൊണ്ട് ഇതൊരു സമചതുരവുമാണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, എല്ലാ സമചതുരവും ചതുരമാണ്, എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല. അതായത് ഇപ്പോൾ ഇതൊരു ചതുരമാണല്ലേ, പക്ഷേ ഇതൊരു സമചതുരമാണോ? അല്ല അല്ലേ. കാരണം എന്താണ്? ഇതിൻ്റെ 4 വശങ്ങളും ഒരേ നീളമല്ല വരുന്നത് അല്ലേ, ഒരേ അളവല്ല വരുന്നത്. അപ്പോൾ ഇതൊരു ചതുരമാണ്, ഇതൊരു സമചതുരമല്ല. ഒരു സമചതുരം എന്തായിരിക്കും? ഒരു ചതുരമായിരിക്കും, പക്ഷെ ഒരു ചതുരം ഒരു സമചതുരമായിരിക്കില്ല. ഓക്കെ. ഇനി ചതുരത്തിനുള്ളിൽ സമചതുരം. ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരയ്ക്കുക. അതായത് ഈ ചതുരത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വര മാത്രം വരച്ചിട്ട് ഇതിനൊരു സമചതുരമാക്കി മാറ്റണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചെയ്യാം? അതായത് നീളം കൂടിയ വശം എടുക്കാൻ പാടില്ല, നീളം കുറഞ്ഞ വശം, അതായത് വീതി നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കുക. എന്നിട്ട് അതേ അളവ് നീളത്തിൽ അളന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്നും കുത്തനെ വര വരക്കുക. അപ്പോൾ നമ്മൾക്കൊരു സമചതുരം കിട്ടും അല്ലേ. കാരണം എന്താണ്? ഇതിൻ്റെ അളവും തുല്യമായിരിക്കും. അപ്പം ഈ അളവ് തുല്യമാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് അളവും തുല്യമായിരിക്കും, ഇതും തുല്യമായിരിക്കും. അപ്പോൾ 4 വശങ്ങളും തുല്യമായി അല്ലേ. ഇനി നമ്മൾ വരക്കുന്നത്, അതായത് ഇതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതും ഒരു സമചതുരമായിരിക്കും, ഇതും ഒരു സമചതുരമായിട്ട് കിട്ടും അല്ലേ. കാരണം ഈ നീളത്തിന് നേരെ പകുതിയാണ് ഈ അളവ് വരുന്നതെങ്കിൽ 2 സമചതുരങ്ങൾ കിട്ടും അല്ലേ. ഓക്കെ, നിങ്ങൾ അളന്ന് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ. സമചതുര കട്ട ഉണ്ടാക്കാം. ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടി കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക. ടീച്ചറിൻ്റെ സഹായത്തോടെ സമചതുര കട്ട ഉണ്ടാക്കുക. അതായത് ഇതുപോലെ നിങ്ങൾ കട്ടി കടലാസിൽ വരച്ചിട്ട് എന്ത് ചെയ്യുക? സമചതുരം വരച്ചിട്ട് അത് വെട്ടിയെടുക്കണം, നിങ്ങൾ മുറിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഇതേ രീതിയിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സമചതുര കട്ട ഉണ്ടാക്കുക. ഓക്കെ. നെക്സ്റ്റ് ജിയോ ബോർഡ്. ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക. അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം. ഗണിത ലാബിൽ ജിയോ ബോർഡ് ഉണ്ടാകും. അപ്പോൾ അതിനിങ്ങനെ ആണി തറച്ചിട്ടുണ്ടാകും. ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും? ഇത് ഒരു ആണിയും അതിനോട് അടുത്തുള്ള 3 ആണിയും ചേർത്തിട്ടാണ് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് കിട്ടിയത്? സമചതുരമാണ് അല്ലേ. ഇനി ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ചതുരമാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിൽ കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെയുള്ള ചിത്രത്തിൽ. രൂപത്തിന് താഴെ അവയുടെ പേര് എഴുതൂ. അപ്പം നിങ്ങൾ ഈ രൂപം കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇതെന്താണ് രൂപം? മുകളിലൊരു ത്രികോണം വരുന്നുണ്ട്, പിന്നെ താഴെ ഒരു വൃത്തവും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന രൂപം എന്താണ്? വൃത്തസ്തൂപിക എന്നാണ് പറയുക. ഇനി ഇതെന്താണ്? സമചതുരങ്ങൾ ഉപയോഗിച്ചിട്ട് കുറേ സമചതുരങ്ങൾ നമ്മൾ നേരത്തെ വെട്ടിയെടുത്തല്ലോ, അതൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയല്ലേ. അപ്പം എല്ലാ അളവും എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇതിനെ വിളിക്കുന്നത് സമചതുര കട്ട എന്നാണ് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തത്, ഇത് ചതുരക്കട്ടയാണ്. എല്ലാ വശങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇത് ഒരു ചതുരക്കട്ടയാണ്. ഇനി ഇതെന്താണ്? വൃത്തമല്ല, ഇതൊരു ഗോളമാണ്. അതായത് ബോളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ബോള്, പിന്നെ ഭൂമിയുടെ ഷേപ്പൊക്കെ ഗോളാകൃതിയാണ്, ഗോളമാണ് ഇത്. നെക്സ്റ്റ് കണ്ടെത്താം. ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തു. വസ്തുക്കളുടെ പേര് താഴെ എഴുതൂ. അതായത് ഈ ഷേപ്പിൽ ഈ ആകൃതിയിലൊക്കെ വരുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങളെ തരംതിരിക്കാനാണ്. ചതുരക്കട്ട ഷേപ്പിൽ വരുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് പരിചയമുള്ളത് എന്തൊക്കെയാണ്? ഇഷ്ടിക, കല്ല്, പിന്നെന്താണ് നിങ്ങളുടെ പുസ്തകങ്ങൾ, നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എഴുതാം അല്ലേ. പിന്നെ ബോക്സ്, ഇതൊക്കെ ചതുരക്കട്ട ഷേപ്പിലാണ് വരുന്നത്. ഇനി ഗോളാകൃതിയിൽ വരുന്ന എന്താണ്? ഭൂമിയുടെ ആകൃതി, ഭൂമി ഗോളാകൃതിയിലാണ്. ഗ്രഹങ്ങൾ എഴുതാം, ചന്ദ്രൻ ഗോളാകൃതിയിലാണ്. പിന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ് ബോൾ, ഇതൊക്കെ ഗോളാകൃതിയിലാണ് വരുന്നത് അല്ലേ. ഇനി സമചതുരക്കട്ട ഷേപ്പിൽ വരുന്നത് എന്താണ്? ഐസ് ക്യൂബൊക്കെ നമ്മൾ സമചതുരക്കട്ട ഷേപ്പിൽ കാണാറുണ്ട് അല്ലേ. ചതുരക്കട്ട ഷേപ്പിലും കാണാറുണ്ട്. പിന്നെന്താണ്? കാർഡ്ബോർഡ് പെട്ടിയൊക്കെ, ചില പെട്ടികളൊക്കെ നമ്മൾ സമചതുര, അതായത് എല്ലാ സൈഡും ഒരേ അളവിൽ വരുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ. ഓക്കെ. ഇനി വൃത്തസ്തൂപിക ഷേപ്പിൽ വരുന്നത് എന്താണ്? ക്രിസ്മസ് തൊപ്പി എഴുതാം, പിന്നെ ഐസ്ക്രീം കോണ്, ഇതൊക്കെ വൃത്തസ്തൂപിക ഷേപ്പിലാണ് വരുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ടാൻഗ്രാം. ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത്. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. ടാൻഗ്രാം എന്നാൽ ഇങ്ങനെയുള്ള, അതായത് നമ്മളിപ്പോൾ ത്രികോണം, ചതുരം, വൃത്തം,
ഇതൊക്കെ അതായത് ജ്യാമിതീയ രൂപങ്ങളെന്ന് പറയും. ഇതുപോലെയുള്ള ഷേപ്പ് ഒക്കെ പഠിച്ചല്ലോ. ഇങ്ങനെയുള്ള 7 ജ്യാമിതീയ കഷ്ണങ്ങൾ, അതായത് 7 കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഒരു രൂപം ഉണ്ടാക്കുന്നതിനാണ് ടാൻഗ്രാം എന്ന് പറയുന്നത്. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പുതിയ ചിത്രം, അതായത് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പുതിയ ചിത്രം ഉണ്ടാക്കാനാണ്. മുകളിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയുള്ള കഷ്ണങ്ങൾ നിങ്ങൾ മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു രൂപം നിർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനങ്ങൾ നോക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക, സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക. അപ്പോൾ ഇതിൽ ചതുരം ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇതിന് ശരി അടയാളം കൊടുക്കുക. ഇനി എന്താണ്? സമചതുരം ഇതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ചുവപ്പ് കളറ് കൊടുക്കുക. മനു ആശംസാ കാർഡ് ഉണ്ടാക്കിയാണ് വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിൻ്റെ 4 വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു. എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത്? എന്താണ്? മനു ആശംസാ കാർഡാണ് ഉണ്ടാക്കിയാണ്. വശത്തിൻ്റെ നീളം എത്രയാണ് വരുന്നത്? 8 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡാണ് അല്ലേ. അപ്പോൾ 4 വശത്തും എന്ത് ചെയ്തു? കമ്പിളി നൂൽ. ഇതിൻ്റെ 4 വശത്തും എന്ത് ചെയ്യണം? കമ്പിളി നൂല് ഒട്ടിക്കണം. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത്? എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും വേണ്ടത്? എത്രയാണ് ഒരു സൈഡിൻ്റെ നീളം? 8 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഇവിടെ 8 ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും. 4 8 കൂട്ടിയാൽ എത്രയാണ്? 4 ഗുണിക്കണം 8 32 ആണല്ലേ. അപ്പോൾ എത്രയാണ്? 32 സെൻറ്റിമീറ്റർ ആണ് മനു ഉപയോഗിച്ചത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ചതുര കാർഡ് ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ ഒരു ചതുരം വരക്കൂ. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരക്കുക. വശങ്ങൾ അളന്നെഴുതുക. എന്താണ്? ചതുര കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം ഒരു ചതുരം വരക്കുക. ഇനി എന്ത് ചെയ്യുക? ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരം. ഇതിൻ്റെ ചെറിയ വശം ഏതാണ്? ഇതാണല്ലേ ചെറിയ വശം. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട്, അതായത് ഇതിൻ്റെ വശത്തിൻ്റെ നീളം നിങ്ങൾ ആദ്യം അളക്കുക. അതേ അളവ് തന്നെ ഇങ്ങോട്ടേക്കും അളക്കുക, അതേ അളവ് ഇങ്ങോട്ടേക്കും അളക്കുക, അതേ അളവ് ഇങ്ങോട്ട് 4 സൈഡും ഒരേ അളവ് അളന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സമചതുരം വരക്കുക. ഇനി എന്ത് ചെയ്യണം? വലിയ വശത്തിനോട് ചേർന്ന് മറ്റൊരു സമചതുരം വരക്കണം അല്ലേ. അപ്പോൾ വലിയ വശം ഏതാണ്? ഇതാണല്ലേ. അപ്പം ഇതേ അളവ്, ഇതിൻ്റെ അളവ് നിങ്ങൾ അളക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതേ അളവ് താഴോട്ടേക്ക് വരക്കുക. അതേ അളവ് തന്നെ 4 സൈഡിലും അളന്നിട്ട് വരക്കുക. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ വശങ്ങളൊക്കെ നിങ്ങൾ അളന്നിട്ട് എഴുതുക. എല്ലാ വശവും അളക്കേണ്ട ആവശ്യമില്ല അല്ലേ. കാരണം എന്താണ്? ഈ വശം അളന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ എഴുതാം? ഇതെല്ലാം ഒരേ അളവായിരിക്കും. ഇനി ഇത് അളന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതും അതേ അളവായിരിക്കും. ഇതെല്ലാം ഇത് സമചതുരാണല്ലേ, ഇതെല്ലാം അതേ അളവായിരിക്കും. ഇനി ഇതിൻ്റെ അളവ് തന്നെയായിരിക്കും ഇത് വരുന്നത് അല്ലേ, ചതുരത്തിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ്. ചതുരം വരക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ്? ഇതിൽ ചതുരം വരക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ്? 5, 8, 6, 7. ഇതിനെക്കൊണ്ട് ചതുരം വരക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം ചതുരം വരക്കണമെങ്കിൽ എന്ത് വേണം? 2 അളവുകൾ തുല്യമായിരിക്കണം അല്ലേ. ഇവിടെ 5, ഒരു 5 മാത്രമേ ഉള്ളൂ അല്ലേ. 2 5 വേണം അല്ലേ, അല്ലെങ്കിൽ 2 8 വേണം. അപ്പോൾ ഇതിനെ കൊണ്ട് വരക്കാൻ പറ്റില്ല. ഇനി എന്താണ്? 5, 6, 7, 9. ഇതും വരക്കാൻ പറ്റില്ല അല്ലേ, കാരണം 2 അളവുകൾ തുല്യമായിട്ട് വരണം. ഇനി 5 8 5 8 വരക്കാം അല്ലേ. അതായത് 2 സൈഡ് 5 വരുന്നുണ്ട്, 2 സൈഡ് 8 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് വരക്കാം. ഇനി ഏതാണ്? 8 8 5 8 വരക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഏത് മാത്രമേ വരക്കാൻ പറ്റൂ? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരക്കാൻ കഴിയാത്തത് ഏത്? സമചതുരം വരക്കാൻ പറ്റാത്തതാണ്. ഇതിൽ ഓപ്ഷൻ എ വശത്തിൻ്റെ നീളം 8 വീതം. അതായത് എല്ലാ വശവും 8 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ കൊണ്ട് സമചതുരം വരക്കാൻ പറ്റും അല്ലേ. എനെ കൊണ്ട് വരക്കാൻ പറ്റും. ഇനി ബി 4 5 ആണ് വരുന്നത്, അപ്പം ഇതും വരക്കാം. ഇനി 4 വശവും 6 വീതം, അതായത് 4 വശവും 6 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പം അതിനെ കൊണ്ടും സമചതുരം വരക്കാം അല്ലേ. ഇനി ഓപ്ഷൻ ഡിയിൽ എന്താണ്? 5 5 6 ആണുള്ളത്, 6 ആണുള്ളത്. അതായത് 2 വശങ്ങൾ ഒരുപോലെയും മറ്റ് 2 വശങ്ങൾ ഒരുപോലെയും, എല്ലാ വശവും ഒരുപോലെയല്ല അല്ലേ. അപ്പോൾ ഏതാണ് സമചതുരം വരക്കാൻ കഴിയാത്ത? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് അടുത്ത ചിത്രം ഏതാണ്? ഇതിൽ നിങ്ങൾ പാറ്റേൺ നോക്കുക, എന്നിട്ട് അടുത്ത ചിത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ്? വലത് ഭാഗത്ത് മുകളിലാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ വലത് ഭാഗത്ത് താഴെയാണുള്ളത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിലോ ഇടത് ഭാഗത്ത് താഴെയാണുള്ളത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ചിത്രത്തിൽ എന്തായിരിക്കും വേണ്ടത്? ഇടത് ഭാഗത്ത് മുകളിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ എല്ലാ പാഠങ്ങളും ക്ലാസ് 4 മാത്സ് മലയാളം മീഡിയം എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.